നല്ലൊരു പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്യാസ് അന്വേഷണം ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു. നല്ല മാസമല്ല, എന്നാലും ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു പടമാണ്. കൽക്കിക്ക് ശേഷം ടോവിനോ യൂണിഫോമിലൊക്കെ നല്ലൊരു സീനായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. യൂണിഫോമൊക്കെ നൈസായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്യാസ് അന്വേഷണമൊക്കെ കൊള്ളായിരുന്നു. നല്ല ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അഭിനയം പൊളിച്ചിട്ടുണ്ട്. ഇല്ല ഇത് പുതിയൊരു കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാം, സൂപ്പർ പടം. ടൊവിനോയുടെ തിരിച്ചുവരവല്ല, ടൊവിനോ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നല്ല പടമായിരുന്നു. നല്ല പടമാണ്, കൊള്ളാം, വളരെ നന്നായില്ല. അത് കണ്ട നല്ല പടം ലാഗൊന്നുമില്ല. നല്ലൊരു കേസ് അന്വേഷണം. നല്ല പടം, എല്ലാവരും നന്നായി അഭിനയിച്ചു. കണ്ണൂർ സ്ക്വാഡ് പോലെ തന്നെ വേറൊരു വെറൈറ്റി. ടോവിനോ നല്ല അഭിനയമായിരുന്നു, നല്ല പടമായിരുന്നു. ടോവിനോയുടെ അഭിനയം നല്ല മൂവിയാണ്. നല്ല ട്വിസ്റ്റ് ഉണ്ട്, നല്ല സ്റ്റോറിയാണ്. ത്രില്ലിംഗ് മൂവി. തിയേറ്റർ ഭയങ്കര കാലിയായിരുന്നു, പക്ഷെ പടം പൊളിയായിരുന്നു, സൂപ്പർ പടമായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് പോലെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ആയി തോന്നും, പക്ഷേ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള പടമായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു കേസെല്ലാം മുന്നോട്ട് പോകുന്നതായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. പടം നല്ല പടം കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടത്. നല്ല ഒരു ക്യാരക്ടറാണ്. ഇത് സെക്കൻഡ് പാർട്ട് വരെ ചില രീതിയിൽ ആ പടം സ്റ്റോപ്പ് ആയിരിക്കും. നല്ല പടം കൊള്ളാം. സന്തോഷ് മ്യൂസിക് സ്ലോ ആണ്, പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ക്യാമറ വർക്കും കാര്യമല്ല, ഇൻട്രസ്റ്റ് ആണ്. പടം വലിയ ബോറൊന്നുമില്ല. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമൽ ക്രൈം ത്രില്ലർ പോലെയാണ്, എന്നാലും അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. പിടിച്ചിരുന്നു. പുതിയതായിട്ടൊന്നുമില്ല, യൂഷ്വൽ സംഭവങ്ങളാണ്.